ഹരേ കൃഷ്ണ. വരിഷ്ഠോസ്മി വസേ വാസേ ഗൃഹേഷ്വപി വരിഷ്ഠത്വാച്ച വാസാച്ച വസിഷ്ഠ ഇതി വിദ്ധി മാം. ധരാന്ധരിത്രീം വസുധാം ഭർത്തുസ്തിഷ്ഠാമ്യനന്തരം മനോരുന്ധതി ഭർത്തു ഇതി മാം വിദ്യരുന്ധതി. ഞാൻ വസിഷ്ഠൻ എന്നറിയപ്പെടുന്നത് 2 കാരണങ്ങളാലാണ്. ഞാൻ അതിശയേന വസുമാനാണ്. വായു, ഭൂമി മുതലായവയെ വസുക്കൾ എന്ന് ശ്രുതികൾ ഘോഷിക്കുന്നു. ഞാൻ അണിമാദികളായി വസുക്കളെ വശത്തിൽ നിർത്തിയിരിക്കുന്നതിനാൽ വസിഷ്ഠനായി. മാത്രമല്ല, വാസഗൃഹങ്ങളിൽ അഥവാ ഗൃഹസ്ഥാശ്രമങ്ങളിൽ ജീവിക്കുന്ന സർവരിലും ശ്രേഷ്ഠനായതുകൊണ്ടും ഞാൻ വസിഷ്ഠൻ എന്ന നാമത്തെ അർഹിക്കുന്നു. ഞാൻ പർവ്വതങ്ങളെയും ഭൂമിയെയും സ്വർഗത്തെയും അധിഷ്ഠാനം ചെയ്യുന്നത് ഭർത്താവിനെ അധിഷ്ഠാനം ചെയ്തതിനു ശേഷമാണ്. ഭർത്താവ് തന്നെയാണ് എനിക്ക് പ്രഥമവും പ്രധാനവുമായ അധിഷ്ഠാനം. കൂടാതെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനെ അനുരോധിക്കുകയും ചെയ്യുന്നു. അതിനാൽ എന്നെ അരുന്ധതി എന്നറിഞ്ഞാലും. തപതിയുടെ പുണ്യജന്മത്തെക്കുറിച്ചും നർമ്മദയായി ഒഴുകിയ സുകൃതത്തെയും അറിഞ്ഞതിനു ശേഷം തനിക്ക് പൂർവ പിതാമഹന്മാരുടെ പുരോഹിതനായ വസിഷ്ഠനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹമുണ്ടെന്ന് അർജുനൻ പറയുന്നു. തുടർന്നു ഗന്ധർവശ്രേഷ്ഠനായ അങ്കാരപർണൻ വസിഷ്ഠ മഹർഷിയെക്കുറിച്ചും അരുന്ധതി ദേവിയെക്കുറിച്ചും ഭക്തിപൂർവം സ്മരിച്ചുകൊണ്ട് കഥനം ചെയ്യുവാൻ തുടങ്ങി. മഹർഷിക്ക് 3 ജന്മങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ വസിഷ്ഠൻ ബ്രഹ്മാവിൻ്റെ പ്രാണനിൽ നിന്നാണ് ജനിച്ചതെന്ന് മഹാഭാരതം വിവരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഊർജ എന്ന അരുന്ധതി ദേവി മഹർഷിയുടെ ഭാര്യയായതിനു പിന്നിലെ കഥ ഇങ്ങനെയാണ്. ദേവിയുടെ പൂർവജന്മത്തിൽ നാമം സന്ധ്യ എന്നായിരുന്നു. സന്ധ്യ ബ്രഹ്മാവിൻ്റെ വികാരത്തിൽ നിന്ന് ജനിച്ചവളാണ്. ജനിച്ച ഉടൻ അവൾ വളർന്നു യുവതിയായി. ആ രൂപലാവണ്യം കണ്ട പ്രജാപതികളും ബ്രഹ്മാവ് പോലും ഒരു നിമിഷം മതിമറന്നു നിന്നുപോയി. അച്ഛനായ ബ്രഹ്മാവും സഹോദരങ്ങളായ പ്രജാപതികളും തന്നെ ആഗ്രഹത്തോടെ നോക്കിയതിൽ സന്ധ്യയുടെ മനസ്സു വേദനിച്ചു. പ്രായശ്ചിത്തത്തിനായി സന്ധ്യ ചന്ദ്രഭാഗ നദിയുടെ ഉത്പത്തി സ്ഥാനത്തുള്ള ചന്ദ്രഭാഗ എന്ന പർവ്വതത്തിലിരുന്ന് തപസ്സു ചെയ്യുവാൻ തുടങ്ങി. മായയിൽ നിന്ന് മുക്തനായ ബ്രഹ്മാവ് തൻ്റെ മകളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും വസിഷ്ഠനെ അവൾക്കരികിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അച്ഛൻ്റെ ആവശ്യപ്രകാരം വസിഷ്ഠൻ ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ വേഷത്തിൽ സന്ധ്യക്കരികിലെത്തുകയും ശരിയായ തപസ് അനുഷ്ഠിക്കേണ്ട വിധികളെക്കുറിച്ചും ഉപദേശിക്കുന്നു. സന്ധ്യ ബ്രഹ്മാവിനെ മനസ്സിൽ നമസ്കരിച്ചതിനു ശേഷം മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തു. ഭഗവാൻ ചതുർബാഹുവായി അവൾക്കരികിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി അവളുടെ ആഗ്രഹം പറഞ്ഞു. ദേവദേവ, പ്രാണികൾ ഉദ്ഭവ സമയത്ത് വിഷയലോലുപരായി തീരരുത്. ഒരു പ്രായം വന്നതിനു ശേഷമേ അവരിൽ കാമം എന്ന വികാരം ജനിക്കാവൂ. ഞാൻ എന്നും പതിവ്രതയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ലോകവും എന്നെ അങ്ങനെ തന്നെ കാണട്ടെ. ഏതു ജന്മമെടുത്താലും ആ ജന്മങ്ങളിലെല്ലാം എനിക്ക് ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ തോന്നരുത്. എന്നെ മറ്റൊരു മനസ്സുകൊണ്ട് നോക്കുന്ന പുരുഷൻ നപുംസകമായി തീരട്ടെ. ഭഗവാൻ അതനുവദിച്ചു. ഭഗവാൻ തുടർന്നു. ഭവതിയുടെ ഈ ശരീരം അഗ്നിയിൽ ദഹിക്കുമെന്ന് പൂർവ്വ നിശ്ചയമുള്ളതാണ്. പ്രിയവ്രതന്റെ പുത്രനായ മേധാതിഥി 12 വർഷം കൊണ്ട് അവസാനിക്കുന്ന ജ്യോതിഷ്ഠോമം എന്ന മഹായജ്ഞം ഇപ്പോൾ അവസാന ദിനങ്ങളിലായി നടക്കുകയാണ്. തപസ്സുകൊണ്ട് മേധാതിഥിക്കു സമനായി ആരുമില്ല. ആ മഹായജ്ഞം നടക്കുന്നതും ഈ ചന്ദ്രഭാഗ നദീതടത്തിൽ തന്നെയാണ്. ഭവതി അവിടെ ചെന്ന് മറ്റാർക്കും കാണാൻ സാധിക്കാത്ത രൂപത്തിൽ യാഗാഗ്നിയിൽ ഇറങ്ങി ഈ ദേഹത്തെ അഗ്നിക്ക് സമർപ്പിക്കണം.
എൻ്റെ അനുഗ്രഹത്താൽ മേധാതിഥിയുടെ മകളായി ഭവതി പുനർജനിക്കുന്നതാണ്. ഈ ജന്മത്തിൽ ഭർത്താവാകണമെന്ന് ആരെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ ആ പുരുഷനെ ധ്യാനിച്ചുകൊണ്ട് വേണം അഗ്നിസമാധി ചെയ്യുവാൻ. മഹാവിഷ്ണു സന്ധ്യാദേവിയെ വിരലറ്റം കൊണ്ട് തൊട്ടു. സന്ധ്യ യാഗശാലയിലെത്തി ആരും കാണാതെ യാഗാഗ്നിയിലേക്ക് തൻ്റെ ശരീരത്തെ സമർപ്പിച്ചു. എരിയുന്ന ആ തീയിൽ സന്ധ്യ ഭസ്മമായി. യാഗാഗ്നിയിൽ എരിഞ്ഞ ആ സന്ധ്യയെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞനിമിത്തം സൂര്യമണ്ഡലത്തിൽ സ്ഥാപിച്ചു. സൂര്യൻ ആ ശരീരത്തെ രണ്ടായി പകുത്ത് അരുണ ഭഗവാൻ സാരഥിയായ 7 കുതിരകളെ പൂട്ടിയ ഒരു ചക്രം മാത്രമുള്ള സംവത്സര എന്നറിയപ്പെടുന്ന രഥത്തിൽ സമർപ്പിച്ചു. ഇവിടെ സൂര്യഭഗവാന്റെ രഥത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നു. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതിനാൽ രാവും പകലും ഉണ്ടാകുന്നു. അതിവിസ്തൃതമായ രഥത്തിൽ കയറി ഭഗവാൻ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നാണ് പൗരാണിക സങ്കല്പം. രഥത്തിന് 9000 യോജന നീളമുണ്ട്. അതിലാണ് തേരിന്റെ ചക്രം ഉറപ്പിച്ചിട്ടുള്ളത്. 3 നാഭികളും 5 അരങ്ങളും 6 നേമികളുമുള്ള അക്ഷയ സ്വരൂപമായ ആ സംവത്സരം എന്ന രഥത്തിലാണ് കാലചക്രം മുഴുവനും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. 7 കുതിരകൾ, അവ 7 ഛന്ദസ്സുകളാണ്. ഗായത്രി, ബൃഹതി, ഉഷ്ണി, ജഗതി, തൃഷ്ടുപ്, അനുഷ്ടുപ്, പങ്ക്തി എന്നീ ഛന്ദസ്സുകളാണ് കുതിരകളായിട്ടുള്ളത്. തേരിന്റെ നീളം കുറഞ്ഞ അച്ചുതണ്ട് നുകത്തിന്റെ ചെറിയ പകുതിയോടുകൂടി ധ്രുവനിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റേ അച്ചുതണ്ടിൽ ഉറപ്പിച്ചിട്ടുള്ള ചക്രം മാനസോത്തര പർവ്വതത്തിലും സ്ഥിതി ചെയ്യുന്നു. സൂര്യരഥത്തിൽ മാസം തോറും വെവ്വേറെ ആദിത്യന്മാരും ഋഷികളും ഗന്ധർവന്മാരും അപ്സരസ്സുകളും യക്ഷന്മാരും സർപ്പങ്ങളും രാക്ഷസരും സന്നിഹിതരാകുന്നു. ബാലഖില്യന്മാർ സൂര്യന് ചുറ്റും നിരന്നു നിൽക്കുന്നു. ഇങ്ങനെയുള്ള രഥത്തിൽ മേധാതിഥിയുടെ യാഗാഗ്നിയിൽ സമർപ്പിതമായ സന്ധ്യയുടെ ഊർധ്വഭാഗം അഹോരാത്രങ്ങളുടെ ഇടയ്ക്ക് പ്രാതസന്ധ്യയും അധോഭാഗം സായന്തന സന്ധ്യയുമായി തീർന്നു. യജ്ഞം അവസാനിച്ച ഘട്ടത്തിൽ അഗ്നിമധ്യത്തിൽ നിന്ന് തീനാമ്പു പോലെ ഒരു ബാലിക ഉയർന്നു വന്നു. മേധാതിഥി അവളെ എടുത്തു. അരുന്ധതി എന്ന നാമകരണവും ചെയ്തു. യാതൊരു കാരണം കൊണ്ടും ധർമ്മത്തെ രോധിക്കുകയില്ലാത്തതിനാൽ അവൾ അരുന്ധതിയായി മാറി. മേധാതിഥിയുടെ ആശ്രമത്തിൽ ചന്ദ്രഭാഗ നദിക്കരയിൽ അരുന്ധതി വളർന്നു. അങ്ങനെ ആ നദിക്കരയ്ക്ക് അരുന്ധതി തീർത്ഥം എന്ന പേരു ലഭിച്ചു. പഠന സമയമായപ്പോൾ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസത്തിനായി സാവിത്രിയുടെയും ബഹുളയുടെയും ശിഷ്യത്വം സ്വീകരിച്ചു. സൂര്യന്റെ ഭാര്യയാണ് സാവിത്രി. സാവിത്രി, ഗായത്രി, ബഹുല, സരസ്വതി, ദ്രുപദ ആദിയായ അപ്സരസ്സുകളോടൊത്ത് മാനസ സരസിൽ താമസിച്ച് അരുന്ധതി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അന്നൊരിക്കൽ അരുന്ധതി അതിതേജസ്വിയായ വസിഷ്ഠ മഹർഷിയെ കണ്ടു. ഇരുവർക്കും പരസ്പരം താല്പര്യം തോന്നി. ഗുരുജനങ്ങളെല്ലാം ആ കുഞ്ഞ് വസിഷ്ഠ പത്നിയാകുന്നതിൽ അനുഗ്രഹിച്ചു. ദേവന്മാരുടെ സാന്നിധ്യത്തിൽ ആ വിവാഹം മംഗളമായി നടന്നു. വസിഷ്ഠന് അരുന്ധതിയിൽ ചിത്രകേതു, പുരോചിസ്, വിരചൻ, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനൻ, ദ്യുമാൻ എന്നീ 7 പുത്രന്മാർ ജനിച്ചു. അരുന്ധതിയുടെ പാതിവൃത്യം എല്ലാ ലോകങ്ങളിലും കേൾവിപ്പെട്ടിരുന്നു. മഹാദേവൻ പോലും ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് സപ്തർഷികളോട് ഇങ്ങനെ വ്യക്തമാക്കി: ഋഷികളെ, നിങ്ങൾ ഹിമാലയത്തിൽ സമ്പാദിച്ചതിനേക്കാൾ അധികം തപസ് ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീ സമ്പാദിച്ചു. ഇതെത്ര അത്ഭുതമാണ്! ദക്ഷയാഗത്തിൽ അനേകം ദേവകൾ സ്വർഗപ്രാപ്തി വരിച്ചു. അതിൽ വസിഷ്ഠനുമുണ്ടായിരുന്നു. ശേഷം അരുന്ധതി ദേവിയും പതിയെ അനുഗമിച്ചു. ഇവർ ആകാശമാർഗത്തിലെത്തി ശേഷം നക്ഷത്രങ്ങളായി തീർന്നു. അടുത്ത ജന്മം ബ്രഹ്മാവിന്റെ യജ്ഞകുണ്ടത്തിൽ നിന്ന് വസിഷ്ഠൻ ജനിച്ചു.
അക്ഷമാല എന്ന പത്നീഭാവത്തിലെത്തിയതും സാക്ഷാൽ അരുന്ധതി ദേവി തന്നെയായിരുന്നു. മൂന്നാം ജന്മം വസിഷ്ഠൻ മിത്രാവരുണന്മാരുടെ പുത്രനായി ജനിച്ചു. ഒരു കുടത്തിൽ നിന്നാണ് ജനിച്ചത്. ബ്രഹ്മാവിന്റെ സഹോദരിയായി അരുന്ധതി ദേവി എന്ന നാമത്തിൽ ദേവി ആ ജന്മത്തിലും ഋഷീശ്വരനു പത്നിയായി. അങ്കാരപർണൻ തുടർന്നു: ഹേ പാർത്ഥ, ലോകത്തിലൊക്കെ പുകഴ്ന്ന ഉത്തമമായ പുരാണാഖ്യാനം വാസിഷ്ഠം വിശ്വാമിത്ര പരാഭവത്തോടുകൂടെ ഇനി നീ കേട്ടാലും. പണ്ട് കാന്യകുബ്ജം എന്ന രാജ്യത്ത് ഗാധി എന്നു പേരായി അതിപ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു വിശ്വാമിത്രൻ. മൃഗയാ വിനോദ തൽപരനായിരുന്ന അദ്ദേഹം തന്റെ സൈന്യത്തോടൊപ്പം നായാട്ടിനായി ഒരിക്കൽ വനത്തിലെത്തി. വേട്ടയാടി വല്ലാതെ ക്ഷീണിതനായി മധ്യാഹ്ന സമയത്ത് വിശപ്പും ദാഹവും കൊണ്ട് വസിഷ്ഠന്റെ ആശ്രമം കണ്ട് അവിടെ എത്തി. മഹർഷി ഏവരെയും സ്വാഗതം ചെയ്തു. വിഭവ സമൃദ്ധമായ സദ്യയാൽ സ്വീകരിച്ചു. പലവിധ സമ്മാനങ്ങളും നൽകി സൽക്കരിച്ചു. മഹർഷി അവരെ സന്തോഷിപ്പിച്ചു. വിശ്വാമിത്രൻ വിസ്മിതനായി അന്വേഷിച്ചു: മഹർഷേ, ഈ കാട്ടിൽ ഇത്രയും സമൃദ്ധമായ വിഭവങ്ങൾ അങ്ങേക്ക് എങ്ങനെ എത്തിക്കുവാൻ സാധിച്ചു? അപ്പോഴാണ് ഏതു കാമ്യ വസ്തുക്കളും ചുരത്താൻ കഴിയുന്ന നന്ദിനി എന്ന പുണ്യവതിയായ ഒരു പശു വസിഷ്ഠാശ്രമത്തിലുണ്ടെന്നും അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്തും സാധിക്കുന്നത് എന്നും വിശ്വാമിത്രൻ അറിഞ്ഞത്. ഉടനെ രാജാവ് രാജ്യവും രാജാധിപത്യവും എല്ലാം മഹർഷിക്കു നൽകുവാനൊരുങ്ങി. പകരം നന്ദിനി എനിക്ക് വേണം. അന്യായമായ ആ ആവശ്യം മഹർഷി സൗമ്യമായി നിഷേധിച്ചു. കുപിതനായ വിശ്വാമിത്രൻ ആ പശുവിനെ ബലമായി പിടിച്ചുകെട്ടി കൊണ്ടുപോകാൻ ഭടന്മാർക്കു കൽപ്പന കൊടുത്തു. ഭടന്മാർ അതിനെ നടത്തിക്കൊണ്ടുപോകാൻ ബലമായി അതിനെ പ്രഹരിക്കുവാൻ തുടങ്ങി. അതിയായി നിലവിളിച്ചുകൊണ്ട് അവൾ മഹർഷിയെ ദയനീയതയോടെ നോക്കി. പ്രഹരമേറ്റിട്ടും അവൾ ആ ആശ്രമം വിട്ടുപോകാൻ തയ്യാറായില്ല. വീണ്ടും മർദ്ദനമേറ്റപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടത് ചെയ്തു കൊള്ളുവാൻ മഹർഷി നന്ദിനിക്ക് അനുവാദം നൽകി. മാത്രമല്ല, മഹർഷി സ്ഥിതപ്രജ്ഞനായി സൗമ്യനായി തന്നെ നിലകൊണ്ടു. ഇത് വിശ്വാമിത്രനിൽ കോപം വർദ്ധിപ്പിച്ചു. വീണ്ടും നന്ദിനിയെ പ്രഹരിക്കുവാൻ ഒരുങ്ങിയതും നന്ദിനി രൗദ്രഭാവത്താൽ ജ്വലിച്ചു. കോപം ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയ നന്ദിനിയുടെ അവയവങ്ങളിൽ നിന്ന് നിരവധി യോദ്ധാക്കൾ ഉദ്ഭവിച്ചു. അവളുടെ വാലിൽ നിന്ന് പൽഹവന്മാർ, സ്തനത്തിൽ നിന്ന് ശകദ്രാവിഡർ, യോനിയിൽ നിന്ന് യവനന്മാർ, ചാണകത്തിൽ നിന്ന് ശബരാദികളും ഉണ്ടായി. പാർശ്വത്താൽ കിരാതരെയും പൗണ്ഡ്രകരെയും ഖസരെയും ബർബരരെയും സിംഹളരെയും ചിബുകന്മാരെയും പുളിന്തന്മാരെയും ചീനന്മാരെയും ഹൂണന്മാരെയും കേരളീയരെയും സൃഷ്ടിച്ചു. നുര കൊണ്ടു വിവിധ മ്ലേച്ഛരെയും സൃഷ്ടിച്ചു. ആ വീരസൈന്യം അനുനിമിഷം കൊണ്ട് ഇരട്ടിയായി വർദ്ധിച്ചു. ക്ഷത്രിയ ബലം നിസ്സാരമാണെന്നും ബ്രഹ്മതേജോബലമാണ് യഥാർത്ഥമെന്നും എന്നാൽ അതിനും മീതെയാണ് തപസ് എന്ന ബലമെന്നും വിശ്വാമിത്രന് മനസ്സിലായി. വിശ്വാമിത്രന്റെ സൈന്യം പല വഴിയായി ചിതറിയോടി. തോറ്റുമടങ്ങിയ വിശ്വാമിത്രൻ തപസിദ്ധി നേടാൻ തീരുമാനിച്ചു. രാജ്യവും രാജ്യഭാരവും കൈയൊഴിഞ്ഞു. ബ്രഹ്മശക്തിയും ബ്രാഹ്മണ്യവും തപസ്സിനാൽ നേടി. അസാധാരണ സിദ്ധിയാൽ ഇന്ദ്രനോടൊപ്പം അമൃതം പാനം ചെയ്യുവാനും അദ്ദേഹത്തിനു സാധിച്ചു. എന്നാൽ വസിഷ്ഠ മഹർഷിയോടുള്ള പക വിശ്വാമിത്രൻ ഉപേക്ഷിച്ചില്ല. പകരം വീട്ടുവാൻ തക്ക സമയവും കാത്ത് വിശ്വാമിത്രൻ കരുതിയിരുന്നു. ഈ വില്ലിതാലാഖ്യവ സായകങ്ങൾ കേൾക്കണമീ കൂടിന മന്നവന്മാർ, യന്ത്രത്തിനുള്ളി പഴുതാലേ എയ്തുകൊൾവിൻ നഭസിൻ വഴി 5 ബാണം. ഈ വണ്ണമുള്ള അദ്ഭുത കർമ്മം ആരോ ചെയ്വോൻ കുലീനൻ ബലരൂപശാലി. ഈ കൃഷ്ണ എൻ സോദരിയായി അവന്നു താൻ ഭാര്യയാകും പൊളി ചൊല്ലിടാ ഞാൻ. ദേവഹിതാർത്ഥം ഭൂജാതയായവൾ തൻ്റെ സഖാവിൻ്റെ നാമത്തോടും വർണ്ണത്തോടും സാദൃശ്യമുള്ളവൾ. ഇനി ചില നിയോഗങ്ങൾക്കായി
അവൾ 5 വീരന്മാരുടെ ഹൃദയങ്ങളിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ.